ഗുഡ് മോർണിംഗ്. അടുത്ത സെക്ഷൻ ഓയിലേഴ്സ് ഫോർമുലയാണ്. അത് പറയുന്നത് ഫോർ എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ജി എൻ മൈനസ് എം പ്ലസ് എഫ് ഈക്വൽ ടു 2. എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്. കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആയിരിക്കും. റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത് ബൈ ഇൻഡക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് ഫേസസ് ആണ്. ഒരു ഫേസ് മാത്രമുള്ളതാണെങ്കിൽ എഫ് ഈക്വൽ ടു 1, നമ്പർ ഓഫ് ഫേസസ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. എഫ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കണക്റ്റാന്ന് തന്നിട്ടുണ്ടല്ലോ, കണക്റ്റഡ് ആണ് ഒരു ഫേസ് മാത്രമുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ട്രീ ആണ്, നമുക്കറിയാം. ട്രീ ആണ്. ട്രീനൊരു കാര്യം നമുക്കറിയാം, ട്രീൻ്റെ ഒരു റിസൾട്ട് അറിയാം, എം ഇസ് ഈക്വൽ ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഈ എം അപ്പുറത്തേക്ക് എടുത്താൽ എൻ മൈനസ് എം പ്ലസ് എഫ് എടുക്കുമ്പോൾ എൻ മൈനസ് എമ്മിന് പകരം നമ്മൾ എൻ മൈനസ് 1 എടുക്കുക, ബ്രാക്കറ്റ് എണ്ണം പ്ലസ് 1 വരും. എഫ് 1 ആണ്, അപ്പോൾ ആൻസർ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒരു ഫേസ് ഉള്ളത് എഫ് ഈക്വൽ ടു 1 പ്രൂവ് ചെയ്തു. പിന്നെ ഇൻഡക്ഷനിൽ അസ്യൂം ചെയ്യണം, അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ്സ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് മൈനസ് 1 ഫേസസ് അല്ലേ. എഫ് മൈനസ് 1 ഫേസസ് ഉള്ളതിന് ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. പിന്നെ എഫ് ഫേസസ് ഉള്ള കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് എടുക്കുക. പിന്നെ ഫേസസിൻ്റെ എണ്ണം 2 അതിൽ കൂടുതലാണല്ലോ, ഒന്നിന് പ്രൂവ് ചെയ്തല്ലോ, അപ്പോൾ 2 അതിൽ കൂടുതലുള്ളതിന് പ്രൂവ് ചെയ്താൽ പോരെ. ഫേസസിൻ്റെ എണ്ണം 2 അതിൽ കൂടുതലാണെങ്കിൽ അത് ട്രീ ആവില്ല. ജി ഈസ് നോട്ട് എ ട്രീ, ബട്ട് കണക്റ്റഡ് ആണ് ഗ്രാഫ് അസ്യൂം ചെയ്തത്. ട്രീ ആവില്ല, പക്ഷേ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് സൈക്ലിക് ആവില്ല. അപ്പോൾ ഗ്രാഫ് സൈക്ലിക് ആവില്ല. ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് സൈക്ലിക് അല്ലേ. അപ്പോൾ കണക്റ്റാണ് ഗ്രാഫ്, ട്രീ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് സൈക്ലിക് ആവില്ല എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ ആ സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിൽ ഒരു എഡ്ജ് നമ്മൾ ഇ എന്ന് എടുക്കാൻ പറ്റും. ഈ an edge of the cycle C of G, then E separates exactly 2 faces. ഈ കട്ടഡ്ജ് ആവില്ലല്ലോ. ഈ എന്ന് പറഞ്ഞാൽ സൈക്കിൾ എഡ്ജാണ്, ഇറ്റ് ഈസ് നോട്ട് എ കട്ടഡ്ജ്. കട്ടഡ്ജ് അല്ലെങ്കിൽ അത് സെപ്പറേറ്റ്സ് എക്സാക്ട്ലി 2 ഫേസസ് ഉള്ളത് നമുക്കറിയാം. സെപ്പറേറ്റ്സ് എക്സാക്ട്ലി 2 ഫേസസ്. ദെർഫോർ ജി മൈനസ് ഇ മൈനസ് ഇ എന്ന് പറഞ്ഞ ഗ്രാഫിൽ അത് സംഭവിക്കും, അത് സെപ്പറേറ്റ് ചെയ്ത് 2 ഫേസും കൂടി ഒന്നായി മാറില്ലേ. ഈ ഉള്ളപ്പോൾ അതിനപ്പുറത്തപ്പുറത്ത് ഓരോ ഫേസ് അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇല്ലാത്തപ്പോൾ അതിൻ്റെ ഫേസ് 2 കൂടി ഒന്നായി പോകും. അപ്പോൾ ജി മൈനസ് ഇ എന്ന് പറഞ്ഞ ഗ്രാഫിൽ അപ്പുറത്തപ്പുറത്തുള്ള 2 ഫേസും കൂടി ഒന്നായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഫലത്തിൽ നമുക്ക് ഒരു ഫേസിൻ്റെ എണ്ണം കുറയും. എവിടെ? ജി മൈനസ് ഇ എന്ന് പറഞ്ഞ ഗ്രാഫിൽ. അപ്പോൾ എഫ് ഓഫ് ജി മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ജി മൈനസ് സിയിലെ ഫേസസിൻ്റെ എണ്ണം എന്നർത്ഥം. അത് ജിയിലുള്ള ഫേസസിൻ്റെ എണ്ണം എഫ് ഓഫ് ജിന്ന് 1 കുറവായിരിക്കും, -1. ഇനി ബാക്കി എഡ്ജ് ഒന്ന് കുറഞ്ഞില്ലേ, ജി മൈനസ് സിയിൽ ഒരു എഡ്ജ് റിമൂവ് ചെയ്തല്ലേ, അപ്പോൾ ഒറിജിനൽ ഗ്രാഫിൽ എഡ്ജസിൻ്റെ എണ്ണം -1 ആയിരിക്കും. പക്ഷേ വെഡ്ജസിന് എണ്ണം മാറ്റമില്ല. കാരണം എന്താ? എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ വെഡ്ജസ് പോകുന്നില്ല. അപ്പം നമുക്ക് ജി മൈനസ് സി എന്ന് പറഞ്ഞ ഗ്രാഫിന് ഫേസിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞല്ലോ, F-1 ഫേസ് ആയല്ലോ, അതുകൊണ്ട് ഇൻഡക്ഷൻ ഹൈപ്പോസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജി മൈനസ് സി എന്ന് പറഞ്ഞ ഗ്രാഫിന് റിസൾട്ട് ശരിയായിരിക്കും. എന്ന് പറഞ്ഞാൽ n-m പ്ലസ് എഫ് എന്ന് പറഞ്ഞ ജി മൈനസ് സി എന്ന് പറഞ്ഞ ഗ്രാഫിന് ശരിയായിരിക്കും എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതായത് എൻ ഓഫ് ജി മൈനസ് സി മൈനസ് എം ഓഫ് ജി മൈനസ് സി പ്ലസ് എഫ് ഓഫ് ജി മൈനസ് സി = 2 ആയിരിക്കും. പക്ഷേ എൻ ഓഫ് ജി മൈനസ് സിയും എൻ ഓഫ് ജി ഈക്വലാണ്, കാരണം വെഡ്ജസ് എവിടെയും പോകുന്നില്ല. പക്ഷേ എം ഓഫ് ജി മൈനസ് സി എന്ന് പറയുന്നത് എം ഓഫ് ജി മൈനസ് 1 ആണ്, എഫ് ഓഫ് ജി മൈനസ് സി എഫ് ഓഫ് ജി മൈനസ് 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ മൈനസ് +1 ആവും, ഇവിടെ -1 ആവും, ക്യാൻസലായി പോകും. അപ്പോൾ എൻ ഓഫ് ജി മൈനസ് എം ഓഫ് ജി പ്ലസ് എഫ് ഓഫ് ജി = 2 എന്ന് തന്നെ വരും. എന്ന് പറഞ്ഞാൽ ജിക്ക് റിസൾട്ട് ശരിയാണെന്ന് കിട്ടുന്നു. എഫ് ബൈ ഇൻഡക്ഷൻ ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ആ റിസൾട്ട് പ്രധാനപ്പെട്ടതാണ്. ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയും n-m പ്ലസ് എഫ് = 2 എന്നുള്ളത് ഇറ്റ്സ് ട്രൂ ഫോർ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ്. ഓക്കെ, ഈ കൊറോളറി നോക്കാം. അതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ജി ഈസ് എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 വെർട്ടിസസ് ആണെങ്കിൽ അതിലെ എഡ്ജസിൻ്റെ എണ്ണം m < 3n-6 എന്നുള്ള റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് കണക്റ്റഡ് എന്നുള്ള അസ്യൂം ചെയ്യുക. ആദ്യം ഗ്രാഫ് കണക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കണക്റ്റഡ് എന്ന് പറഞ്ഞില്ല, സിമ്പിൾ പ്ലാനാർ ആവണമല്ലോ. അപ്പോൾ അസ്യൂം ദാറ്റ് ജി ഈസ് കണക്റ്റഡ്. അപ്പോൾ കണക്റ്റഡായി പിന്നെ പ്ലാനാറും ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓയിലർ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ n-m പ്ലസ് എഫ് 2 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എം ഒരു ഇപ്പുറത്ത് മൈനസ് ഇപ്പുറത്തേക്ക് പ്ലസ് എം ആവും, ഇത് 2 ഇങ്ങോട്ട് വന്നാൽ m = n പ്ലസ് എഫ് -2 എന്ന് കിട്ടി. n > 3 തന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ 3 വെർട്ടിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ ഫേസിൻ്റെയും ഡിഗ്രി 3 കൂടുതലായിരിക്കും. എല്ലാ ഫേസിനും 3 വെർട്ടിസ് കൂടുതലുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫാണെങ്കിൽ, 3 വെർട്ടിസ് കൂടുതലുള്ള കണക്റ്റഡ് ഗ്രാഫാണെങ്കിൽ നമുക്ക് ഏത് ഫേസ് എടുത്താലും അതിൻ്റെ ഡിഗ്രി 3 കൂടുതലായിരിക്കും. ബൗണ്ടറിയിൽ 3 കൂടുതൽ എഡ്ജസ് ഉണ്ടാവും.
അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. സിമ്പിളായിട്ട് ജസ്റ്റ് 3 വെർട്ടിസിൽ കണക്ട് ആയിട്ട് വരച്ച് എങ്ങനെ വരും? 3 വെർട്ടിസ് കണക്ട് ആയിട്ട് ഒരു ഫേസേ ഉള്ളൂ, ആകെ ഒരു ഫേസേ ഉള്ളൂ. ഈ ഫേസിൻ്റെ ഡിഗ്രി ഓഫ് ഫേസ് എന്താ? ബൗണ്ടറിയിലുള്ള എഡ്ജസിൻ്റെ എണ്ണം 1, 2, 3, 4 തിരിച്ചു വരണമല്ലോ. അപ്പോൾ 4ആണ്. അപ്പോൾ ഡിഗ്രി എന്തായാലും എല്ലാ ഫേസിനും ഡിഗ്രി കൂടുതലായി. ഇനി അതല്ല, ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലോ ഇങ്ങനെ വരാം. 3 വെർട്ടിസുള്ള ഗ്രാഫ് ഇങ്ങനെ വരാം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഫേസ് ഉണ്ട്. ഒന്ന് F1, ഇത് F2. F1 3 ഡിഗ്രി ഉണ്ട്, അത് 3 എഴുതാൻ 3 എന്ന് പറയാം. ഇപ്പോൾ F2നാണെങ്കിലോ ഇവിടെ തുടങ്ങി 1, 2, 3, 4, 5 വരും. കാരണം തിരിച്ച് അതിലുള്ള 2 പ്രാവശ്യം വരും കട്ടടിച്ച്. അപ്പോൾ 5ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയ 3 അല്ലെങ്കിൽ കൂടുതൽ വെർട്ടിസുള്ള കണക്റ്റഡ് ഗ്രാഫിന് ഫേസസിൻ്റെ ഡിഗ്രി നോക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഡിഗ്രി ഓഫ് ഫേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഫോർ എവരി ഫേസ്. അപ്പോൾ നമുക്കറിയുന്ന റിസൾട്ട് ഉണ്ട്. ഡിഗ്രി എല്ലാം കൂടി ആഡ് ചെയ്താൽ 2m ആയിരിക്കും അറിയാം. അല്ലെങ്കിൽ തിരിച്ച് ആദ്യം ഇത് എഴുതാം. 2m ഈസ് ഈക്വൽ ടു സിഗ്മ DF. പക്ഷേ ഓരോ ഡിഗ്രിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ 3 എന്ന് പറയും. 3 കോമൺ ആയിട്ട് എടുത്താൽ ഇത് എത്ര പ്രാവശ്യം 3 ആഡ് ചെയ്ത് നോക്കിയാൽ മതി, എത്ര ഫേസ് ഉണ്ട് അത്രയും പ്രാവശ്യം. അപ്പോൾ നമ്പർ ഓഫ് ഫേസസ് സ്മോൾ f ആണ്. അപ്പോൾ 3 × F എന്നാണ് ഇതിൻ്റെ അർത്ഥം, 3f. അപ്പോൾ 2m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3f ആണെങ്കിൽ f ഒരു സൈഡിൽ വെച്ചാൽ f ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3m ആണ്. ഓക്കെ, ഇത് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. m എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ കിട്ടി n+f -2 ആണ്. പക്ഷേ f ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3m ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻഇക്വാലിറ്റി വരും. ലെസ് ദാൻ ഓർ n അങ്ങനത്തെ വെക്കുക, -2 അങ്ങനത്തെ വെക്കുക. fന് അതിനേക്കാൾ വലുത് കൊടുക്കുകയാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ 2/3m കൊടുത്തു. ഈ 2/3m എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ 3 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3m, അപ്പോൾ ഇവിടെ എന്തെങ്കിലും 3n, ഇവിടെ 2m, ഇവിടെ -6 ഇങ്ങനെ വരും. ഇനി 2m ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3m - 2m ലെസ് ദാൻ ഓർ ഈക്വൽ 3n - 6, അല്ലെങ്കിൽ m ലെസ് ദാൻ ഓർ ഈക്വൽ 3n - 6. ഈ രീതിയിലാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ m ലെസ് ദാൻ ഓർ ഈക്വൽ 3n - 6 എന്നുള്ളത് സഫിഷ്യൻ്റ് അല്ല, സിമ്പിൾ പിന്നെ കണക്റ്റഡ് ഗ്രാഫ് ടു ബി പ്ലാനാർ, അതായത് സഫിഷ്യൻ്റ് അല്ല. തിരിച്ച് m ലെസ് ദാൻ ഓർ ഈക്വൽ 3n - 6 ആണെങ്കിൽ ആ ഗ്രാഫ് പിന്നെ സിമ്പിൾ കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് ആണെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പീറ്റേഴ്സൺ ഗ്രാഫ് എടുക്കുന്നത്. പീറ്റേഴ്സൺ ഗ്രാഫിൻ്റെ കാര്യത്തിൽ പീറ്റേഴ്സൺ ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പീറ്റേഴ്സൺ ഗ്രാഫ് ഞാൻ വരയ്ക്കാം. ആദ്യം സ്റ്റാർ വരയ്ക്കുക, 5 വെർട്ടിസസ്. പിന്നെ ഇതൊക്കെ ഒരു ഈ രീതിയിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഓരോ എഡ്ജ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതൊക്കെ വെർട്ടക്സ് ആക്കുക. പിന്നെ അവ തമ്മിൽ യോജിപ്പിക്കുക. ശരി, അപ്പോൾ ഇതിൽ എന്തായാലും ഇതിൽ എഡ്ജസിൻ്റെ എണ്ണം പിന്നെ 15ആണ്. പിന്നെ വെർട്ടിസിൻ്റെ എണ്ണം 10ആണ്. 10. അപ്പോൾ 3n - 6 എന്ന് പറയുന്നത് 30 - 6 24 ആണ്. m 15ആണ്. അപ്പോൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു ശരിയാണ്. അപ്പോൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 എന്നുള്ള ട്രൂ ആണ്. ബട്ട് ഇത് പ്ലാനാർ അല്ല. അതുകൊണ്ട് തിരിച്ച് ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ ആ കണ്ടീഷൻ സഫിഷ്യൻ്റ് അല്ല. ഒരു ഗ്രാഫ് ടു ബി പ്ലാനാർ, ഇത് സിമ്പിളാണ്, കണക്റ്റാണ്, പക്ഷേ പ്ലാനാർ അല്ല. അപ്പോൾ ആ കണ്ടീഷൻ നെസസറി മാത്രമാണെന്ന് പറയാനുള്ള ഒരു എക്സാമ്പിളാണിത്, സഫിഷ്യൻ്റ് അല്ല. പിന്നെ നേരത്തെ പ്രൂഫിൽ ഞാനൊരു കാര്യം പറഞ്ഞു. പ്രൂഫിൽ പറഞ്ഞ സിമ്പിൾ പ്ലാനാർ എന്ന് മാത്രമാണ്. ഇംപ്ലൈസ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആണ്. കണക്റ്റഡ് നമ്മൾ എടുക്കുന്നതാണ്, പ്രൂഫിന് വേണ്ടിയിട്ട് കണക്റ്റ് എടുക്കുന്നതാണ്. കണക്റ്റഡ് ഇത് ശരിയായിരിക്കും, കണക്റ്റ് എടുത്താൽ ഇത് ശരിയാവും. എന്നാൽ ഓയിൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ ഡിസ്കണക്റ്റ് ആയാലും പ്രശ്നമല്ല. ഡിസ്കണക്റ്റ് ആയാലും വീണ്ടും എഡ്ജ് കുറയുക. ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുകയെന്ന് വെച്ചോ, ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇതിനെ കണക്റ്റ് ചെയ്യാൻ ഒരെഡ്ജും കൂട്ടി ചേർത്താൽ മതി, ഒരെഡ്ജ്. അപ്പോൾ m എഡ്ജസ് ആയി, അപ്പോൾ റിസൾട്ട് ശരിയായി. പക്ഷേ ഒറിജിനലായിട്ട് ഇതിൽ m എഡ്ജസ് ഇല്ല, മനസ്സിലായില്ലേ? ഒറിജിനലായിട്ട് ഇതിൽ m - 1 എഡ്ജസ്സേ ഉള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് ശരിയാണ്. m - 1 ലെസ് ദാൻ m ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിൻ്റെ എണ്ണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 തന്നെയാണ്. ഡിസ്കണക്റ്റഡിന് ഫോളോ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്കണക്റ്റഡിന് പ്രത്യേകം പ്രൂവ് ചെയ്യാത്തത്. ഡിസ്കണക്റ്റഡിന് കണക്റ്റഡ് വെച്ച് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഡിസ്കണക്റ്റഡ് അത് ഫോളോ ചെയ്യും
എന്നുള്ളതാണ് നേരത്തെ പ്രൂഫ് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം പറയുന്നില്ല എന്ന് മാത്രം. കണക്റ്റഡ് ഗ്രാഫിന് പ്രൂവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം പറഞ്ഞ് കോൺവേഴ്സ് ഹോൾഡ് ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടീഷൻ ഇസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ബി പ്ലാനാർ ആവാൻ അത് സഫിഷ്യൻ്റ് അല്ല എന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ. ഇനി പിന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ്. ഷോ ദാറ്റ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് വിത്ത് 11 വെർട്ടിസസ് ഈസ് നോൺ പ്ലാനാർ. 11 വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫിൻ്റെ കോംപ്ലിമെൻറ്റ് പ്ലാനാർ ഗ്രാഫിൻ്റെ കോംപ്ലിമെൻറ്റ് നോൺ പ്ലാനാർ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് ജി ബി എ സിമ്പിൾ പ്ലാനാർ വിത്ത് n = 11 എടുക്കുക. നമ്മൾ 11 വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് ജി എന്ന് എടുക്കുക. പ്രൂവ് ചെയ്യേണ്ടത് ജി കോംപ്ലിമെൻറ്റ് നോൺ പ്ലാനാർ എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞ റിസൾട്ട് പ്രകാരം എം ഓഫ് ജി ≤ 3n - 6 എന്നുള്ള റിസൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ n അതായത് 11 ആയതുകൊണ്ട് 3 × 11 - 6 27. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രാഫിൻ്റെ എഡ്ജസിൻ്റെ എണ്ണം ≤ 27 ആയിരിക്കും. നമ്മൾ ജി കോംപ്ലിമെൻറ്റും പ്ലാനാറാന്ന് വിചാരിച്ചാൽ, ശരിക്കും പ്ലാനാറിൽ നോൺ പ്ലാനാർ കിട്ടണം, പ്ലാനാറെന്ന് വിചാരിച്ചാൽ അതിനും ഇതേ റിസൾട്ട് അപ്ലൈ ചെയ്യുക. കാരണം പ്ലാനാർ ഗ്രാഫിനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്ലാനാറും സിമ്പിളായാലൊക്കെ അപ്ലൈ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഈ കോംപ്ലിമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എം ഓഫ് ജി കോംപ്ലിമെൻറ്റ് ഇതേപോലെ 3 × n of g കോംപ്ലിമെൻറ്റ് 6. പക്ഷേ n of g കോംപ്ലിമെൻറ്റ് n of g ഒക്കെ ഒന്ന് തന്നെയാണ്. കോംപ്ലിമെൻ്റ് ആയാലും എല്ലാം വെർട്ടിസിൻ്റെ സെയിമാണ്. അവിടെ ഇതിനും എന്ത് കിട്ടും? എം ഓഫ് ജി കോംപ്ലിമെൻറ്റ് ≤ 27 കിട്ടും. ഓക്കെ. അപ്പോൾ കിട്ടി. പക്ഷേ നമുക്കറിയാം ഒരു ഗ്രാഫിൻ്റെ കോംപ്ലിമെൻറ്റിനും കൂടി യൂണിയൻ എടുത്താൽ kn ആണ്. അപ്പോൾ രണ്ടിൻ്റെ എഡ്ജസ് ആഡ് ചെയ്താൽ kൻ്റെ എഡ്ജസ് കിട്ടണം. പക്ഷേ kൻ്റെ എഡ്ജസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11 അല്ലേ. അപ്പോൾ 11c2 11 × 11 - 1/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 55 പക്ഷേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 27 54 വരും. അപ്പോൾ 54 വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ കിട്ടിയ എം ഓഫ് ജി <27, എം ഓഫ് ജി കോംപ്ലിമെൻറ്റ് <27 രണ്ടും കൂടി എഴുതാൻ 54 കുറവായിരിക്കണം. മാക്സിമം 54 വെട്ടിച്ച് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ വരും. പക്ഷേ ഈ റിസൾട്ട് പ്രകാരം നമുക്ക് രണ്ടിൻ്റെ അഡ്ജസ്റ്റ് ആഡ് ചെയ്താൽ 55 വരുന്നുണ്ട്. അതാണ് കോൺട്രഡിക്ഷൻ. അപ്പോൾ അങ്ങനെ കോൺട്രഡിക്ഷൻ വരുന്നതുകൊണ്ട് ഈ കോംപ്ലിമെൻറ്റ് നോൺ പ്ലാനാറാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് റിസൾട്ട് ഫോർ എനി സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് മിനിമം ഡിഗ്രി ഡെൽറ്റ < 5. ഇപ്പോൾ രണ്ട് കേസായിട്ടാണ്. നമ്പർ ഓഫ് വെർട്ടിസസ് < 6 ആണെങ്കിൽ ഗ്രാഫ് സിമ്പിളാണ്, മൾട്ടിപ്പിൾ അടിച്ചോ ലൂപ്പോ പാടില്ല. അതുകൊണ്ട് ഒരു വെർട്ടക്സിന് മാക്സിമം ബാക്കിയുള്ള 5 വെർട്ടക്സ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം ഡിഗ്രി തന്നെ < 5 ആയിരിക്കും. അപ്പോൾ മിനിമം ഡിഗ്രി < മാക്സിമം ഡിഗ്രി ആണല്ലോ. < 5. അപ്പോൾ ഡെൽറ്റ < 5 എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത കേസ് ഈ n > 7 7 അതിൽ കൂടുതൽ വെർട്ടിസുള്ളതാണ് ഗ്രാഫ് എടുക്കാം. നമുക്കറിയാം സിമ്പിൾ പ്ലാനാർ ആണെങ്കിൽ m < 3n - 6 എന്ന റിസൾട്ട് അറിയാം. പിന്നെ വേറെ റിസൾട്ട് അറിയുന്നത് സിഗ്മ dv ഡിഗ്രി സമ്മ് 2m എന്നുള്ളത് അറിയാം. അപ്പോൾ പക്ഷേ ഡി വി അപ്പോൾ മിനിമം ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. ഗ്രേറ്റർ ഡെൽറ്റ അതിൻ്റെ സിഗ്മ വി ബിലോങ്സ് ടു ഡെൽറ്റ. എത്ര ടേംസ് ഉണ്ടാവും? എത്ര വെർട്ടിസ് ഉണ്ട്? n. അപ്പോൾ n ഡെൽറ്റ, അതായത് n ഡെൽറ്റ = 2m. പക്ഷേ m < 3n - 6 ആണ്. അപ്പോൾ < 2 × 3n - 6 അല്ലെങ്കിൽ 6n - 12. അപ്പോൾ n ഡെൽറ്റ < 6n - 12 ആണ്. ഈ 6n ഇപ്പുറത്തേക്ക് എടുത്താൽ n ഡെൽറ്റ - 6n < -12 ആണ്. -12. അപ്പം റൈറ്റ് സൈഡ് നെഗറ്റീവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അതിൽ ചെറുത് നെഗറ്റീവിൽ ചെറുതാണ്, പിന്നെ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് n പുറമെടുക്കാം. അപ്പോൾ n × ഡെൽറ്റ - 6 എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ n എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, നമ്പർ ഓഫ് വെർട്ടിസസ് അല്ലേ. അപ്പം ഡെൽറ്റ - 6 നെഗറ്റീവ് ആവണം. അപ്പോൾ ഡെൽറ്റ 6 കുറവായിരിക്കണം എന്ന് പറഞ്ഞാൽ < 5 ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ പറയാൻ പറ്റും ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ. അടുത്തൊരു ഡെഫിനിഷനാണ് ഗിർത്ത് എന്ന് പറയുന്നത്. ഗിർത്ത് എന്ന് പറയുന്നത് ഗ്രാഫിലെ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് സൈക്കിളാണ്. ഗ്രാഫിൽ വരാവുന്ന ഏറ്റവും ചെറിയ സൈക്കിളിൻ്റെ ലെങ്ത്താണ് ഗിർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസൾട്ട് അതിൽ ബന്ധപ്പെട്ട് ഇഫ് ദ ഗിർത്ത് കെ ഓഫ് എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ഈസ് അറ്റ്ലീസ്റ്റ് 3, അതായത് കെ > 3 ആണെങ്കിൽ അപ്പോൾ അതിലെ എഡ്ജസിൻ്റെ എണ്ണം m < k × n - 2 / k - 2. അപ്പോൾ ഗിവൺ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈക്കിൾ ഈസ് കെ ആണ് കെ എന്ന് പറയുന്നത്. അത് > 3 തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫേസിൻ്റെയും ഡിഗ്രി > k ആയിരിക്കും. ഏറ്റവും ചെറിയ സൈക്കിൾ നോക്കിയാൽ മതി. ആ സൈക്കിളിൻ്റെ ലെങ്ത്ത് > 3 ആണെങ്കിൽ എല്ലാ ഫേസിൻ്റെയും ഡിഗ്രി > 3 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ > k എന്ന് പറയുന്നത്. k എന്തെങ്കിലും ആവട്ടെ, എന്തായാലും 3 കൂടുതലാണ്.
അപ്പം നമുക്ക് ഒരു അതായത് ഡി ഓഫ് എഫ് ഡിഗ്രി ഓഫ് ഫേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഫോർ എവരി ഫേസ്. റിസൾട്ട് അറിയാം 2m എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി എഫ് ആണ്. ഡിഗ്രി ഓഫ് സമ്മ് ഫേസസിൻ്റെ ഡിഗ്രി സമ്മ് ചെയ്താൽ 2m ആയിരിക്കും. അപ്പോൾ ഇത് ഓരോ ഡി ഒ എഫിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണ്. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്, എത്ര ഫേസസ് ഉണ്ട്, അപ്പം k ഇൻറ്റു നമ്പർ ഓഫ് ഫേസസ് എഫ്. അപ്പോൾ k ഇൻറ്റു എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ 2m ആണ്. അപ്പോൾ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും, 2m/k. ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ 2m/k എന്ന് കിട്ടും. പിന്നെ ബൈ ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാം, കാരണം ഇവിടെ എന്താണ് പ്ലെയിൻ ഗ്രാഫ് ആണല്ലോ. അതുകൊണ്ട് ബൈ ഓയിലേഴ്സ് ഫോർമുല n-m പ്ലസ് എഫ് 2 ആണ്. അതുകൊണ്ട് എം അവിടെ നിന്ന് കണ്ടുപിടിക്കുക, n പ്ലസ് എഫ് മൈനസ് 2 ആണ്. അതിൽ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ 2m-k എന്നുള്ള റിസൾട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, m ലെസ് ദാൻ ഓർ ഈക്വൽ n പ്ലസ് 2m/k മൈനസ് 2 കിട്ടും. ഈ 2m/k ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ m മൈനസ് 2m/k ലെസ് ദാൻ ഓർ ഈക്വൽ n-2. ഇവിടെ നിന്ന് m കോമൺ ആയിട്ട് സിംപ്ലിഫൈ ചെയ്താൽ m ഇൻറ്റു k മൈനസ് 2/k എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ n-2. അപ്പോൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ഇൻറ്റു n-2/k മൈനസ് 2. ഓക്കെ, ഇതാണ് റിസൾട്ട്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് പീറ്റേഴ്സൺ ഗ്രാഫ് നോൺ പ്ലാനാർന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പീറ്റേഴ്സൺ ഗ്രാഫ് ഈസ് കണക്റ്റഡ് ആണ്. അതിൽ നമ്പർ ഓഫ് എഡ്ജസ് 10 ആണ്, നമ്പർ ഓഫ് എഡ്ജസ് 15 ആണ്. അതിൽ ഏറ്റവും ചെറിയ സൈക്കിൾ 5 ആണ് ലെങ്ത്ത്. അത് നമുക്ക് ഗ്രാഫ് പരിശോധിച്ചാൽ അറിയാം. ഏറ്റവും ചെറിയ സൈക്കിൾ ലെങ്ത്ത് 5 ആണ്. അപ്പോൾ k 5 ആണ്, ഗിർത്ത് 5 ആണ്. അപ്പോൾ പീറ്റേഴ്സൺ ഗ്രാഫ് പ്ലാനാർ ആണെങ്കിൽ നേരത്തെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. പ്ലാനാർ എന്ന് നമ്മൾ വിചാരിച്ചാൽ m ലെസ് ദാൻ ഓർ ഈക്വൽ ദിസ് ആയിരിക്കണം. അപ്പോൾ പക്ഷേ 15 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 15 ലെസ് ദാൻ 40/3 എന്നുള്ളൊരു കോൺട്രഡിക്ഷനിലെത്തും. 15 ലെസ് ദാൻ 40/3 അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുക ഇറ്റ് ഈസ് നോൺ പ്ലാനാർ. അപ്പോൾ പീറ്റേഴ്സൺ ഗ്രാഫ് നോൺ പ്ലാനാർ എന്നതിൻ്റെ പ്രൂഫാണിത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഫിഗറിന് നമ്മൾക്ക് ജസ്റ്റ് ഓയിലേഴ്സ് ഫോർമുല വെരിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഫേസസ് കൗണ്ട് ചെയ്യുക, ബെഡ്സ് കൗണ്ട് ചെയ്യുക, പിന്നെ എഡ്ജസ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് n-m പ്ലസ് എഫ് കാൽക്കുലേറ്റ് ചെയ്താൽ 2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 18 ബെഡ്സും 30 എഡ്ജസും 14 ഫേസസും ഉണ്ടാവും. 14 ഫേസസ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.